പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 19. പ്രധാന വാർത്തകൾ. ഖുറിയാത്ത് വിലായത്തിലെ വാദി ദൈക്ക അണക്കെട്ടിനോട് ചേർന്നൊരുക്കുന്ന ടൂറിസം കാർണിവൽ 1-ാം ഘട്ടം ഇന്നും നാളെയുമായി അരങ്ങേറുമെന്ന് ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി അറിയിച്ചു. കാർണിവൽ മുന്നൊരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ജലകായിക സാഹസിക വിനോദ പരിപാടികളും വാണിജ്യ സ്റ്റാളുകളുമാണ് പ്രധാന ആകർഷണം. 2-ാം ഘട്ടം 26-27 തീയതികളിലുമായിരിക്കും. വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ കാർണിവലിന്റെ ഭാഗമായിരിക്കും. ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി ഖുറിയാത്ത് അണക്കെട്ടിനോട് ചേർന്നൊരുക്കിയിട്ടുള്ള ജലകായിക സാഹസിക വിനോദ പരിപാടികൾ ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമാണ്. സൽമാഹ് ഇന്റർനാഷണലുമായി ചേർന്ന് ഹുസാക്ക് അഡ്വഞ്ചർ സെന്ററാണ് ജലകായിക സാഹസിക വിനോദ സംവിധാനങ്ങളുടെ നടത്തിപ്പ്. സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രദർശന ബോർഡുകൾ ഒരുക്കി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. ദോഫാറിലെ ഫ്രാങ്കിൻസെൻസ് ലാൻഡ് വിശേഷങ്ങളും മറ്റും സഞ്ചാരികളുമായി പങ്കുവെക്കുന്നതാണ് പ്രദർശന ബോർഡുകൾ. വിമാനത്താവളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇവ സ്ഥാപിച്ചിട്ടുണ്ട്. അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലാണ് കുന്തിരിക്കം മ്യൂസിയത്തിന്റെയും കുന്തിരിക്കങ്ങളുടെയും വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ദോഫാറിൽ ശൈത്യകാല ടൂറിസം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുകയാണ്. ഇവരെ കൂടി ലക്ഷ്യം വെച്ചാണ് പ്രദർശന ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മസ്കത്ത് എക്സ്പ്രസ് വേയിൽ വാഹനാപകടത്തെ തുടർന്ന് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഇന്നലെ രാവിലെയാണ് ബർക്കയിലേക്കുള്ള പാതയിൽ മബേല ബ്രിഡ്ജ് എക്സിറ്റിന് സമീപം അപകടമുണ്ടായത്. ഏറെ നേരം പ്രദേശത്ത് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. റോയൽ ഒമാൻ പോലീസ് എത്തിയാണ് പ്രദേശത്ത് ഗതാഗതം നിയന്ത്രിച്ചത്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് നീക്കം ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ സൈനിക പ്രതിനിധികൾ ഒമാൻ സന്ദർശനത്തിൽ. മസ്കത്തിൽ റോയൽ ആർമി ഓഫ് ഒമാൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സൈനിക മേഖലയിലെ സഹകരണങ്ങളെക്കുറിച്ചും ഇരു രാഷ്ട്രങ്ങളുടെയും സംയുക്ത സൈനിക പരിശീലനമായ അൽ നജാഹിനെക്കുറിച്ചും ചർച്ച നടത്തി. ഒമാൻ ആർട്ടില്ലറി സ്കൂൾ, പ്രതിരോധ പരിശീലന ഇടങ്ങൾ എന്നിവയും ഇന്ത്യൻ പ്രതിനിധികൾ സന്ദർശിച്ചു. സൈനിക പരിശീലന മേഖലയിൽ ഉൾപ്പെടെ ഇന്ത്യയും സുൽത്താനേറ്റും തമ്മിൽ സഹകരണ കരാർ നിലനിൽക്കുന്നുണ്ട്. പ്രഥമ വനിതയും സുൽത്താന്റെ പത്നിയുമായ സയ്യിദ അഹദ് ബിൻത് അബ്ദുള്ള അൽ ബുസൈദി ബുറൈമി ഗവർണറേറ്റിൽ സന്ദർശനം നടത്തി. വൈകല്യമുള്ളവർക്കുള്ള പുനരധിവാസ കേന്ദ്രമായ വഫ സെന്റർ, സഅറ ഒയാസിസ്, അൽ ഹിലാൽ കോട്ട എന്നിവിടങ്ങളിൽ അവർ സന്ദർശിച്ചു. ബുറൈമി ഗവർണർ സയ്യിദ് ഡോക്ടർ ഹമദ് അഹമ്മദ് അൽ ബുസൈദി ഉൾപ്പെടെ സന്നിധരായിരുന്നു. വഫ സെന്റർ ഉൾപ്പെടെയുള്ളവയുടെ സേവനങ്ങളെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. ഇവിടങ്ങളിൽ സേവനം ചെയ്യുന്നവരെ സയ്യിദ അഹദ് ബിൻത് അബ്ദുള്ള അൽ ബുസൈദി അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. ഇവിടുത്തെ കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും മറ്റും വീക്ഷിക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. ഒമാനിൽ നിന്ന് കഴിഞ്ഞ വർഷം സൗദിയിലെത്തി ഉംറ നിർവഹിച്ച് മടങ്ങിയത് 52,000 ഉംറ തീർത്ഥാടകരെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. മുൻവർഷത്തെ അപേക്ഷിച്ച് 207% വർധനവുണ്ടായി. റുബുൽ ഖാലി കരാതിർത്തി വഴി കഴിഞ്ഞ വർഷം സൗദിയിലെത്തിയത് 14,000 ഉംറ തീർത്ഥാടകരാണെന്ന് സൗദി സംഘം ഒമാൻ സന്ദർശനത്തിനിടെ വ്യക്തമാക്കി. ഹജ്ജ് ഉംറ തീർത്ഥാടന മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഒമാനും സൗദിയും തമ്മിൽ ധാരണയിലെത്തി. ഇതിന്റെ ഭാഗമായി ഈ വർഷം ആദ്യപാദത്തിൽ തന്നെ ഒമാനിൽ പുതിയ സൗദി വിസ ഓഫീസ് ആരംഭിക്കും. തീർത്ഥാടന സംരംഭകരുടെ ഓഫീസുകളുടെ എണ്ണം നേരത്തെ 93-ൽ നിന്ന് 33 കുറച്ചിരുന്നു. സുതാര്യമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി. അനധികൃതമായി ഭൂമി കയ്യേറുകയും പൊതുജനങ്ങളുടെ കാഴ്ചകൾ മറയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ നടപടി സ്വീകരിച്ച് മസ്കത്ത് നഗരസഭ. അൽ ഖൈറാൻ പ്രദേശത്തെ 13 കയ്യേറ്റങ്ങളെയാണ് ഒഴിപ്പിച്ചത്. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം, റോയൽ ഒമാൻ പോലീസ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു നടപടി. മറയ്ക്കായി ഇവിടെ സ്ഥാപിച്ച ബോർഡുകളും മറ്റും നീക്കം ചെയ്തു. സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും അധികൃതർ നിർണയിച്ചിരിക്കുന്നതല്ലാത്ത മറ്റൊരു ആവശ്യത്തിനും ഉപയോഗപ്പെടുത്തരുതെന്നും മസ്കത്ത് നഗരസഭ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഒമാൻ തൃശൂർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഹൃദയപൂർവ്വം തൃശൂർ 2024 ഭാഗമായി കഴിഞ്ഞ 2 ആഴ്ചകളിലായി നടന്ന സ്പോർട്സ് ഡേ, കുടുംബസംഗമം എന്നിവയുടെ തുടർച്ചയായി നടത്തുന്ന മെഗാ ഇവന്റ് ഇന്ന് വൈകിട്ട് 4 മണി മുതൽ റൂവി അൽഫലജ് ഗ്രാൻഡ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ MP TN പ്രതാപൻ മുഖ്യാതിഥിയായിരിക്കും. എംഫാർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി മുഹമ്മദ് അലി ചടങ്ങിൽ പങ്കെടുക്കും. മസ്കത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിക്കും.
രണ്ട് ഗവർണറേറ്റുകളിൽ സ്ഥിതി ചെയ്യുന്ന 2 ഗ്രാമങ്ങൾ. ഇവയ്ക്കിടയിൽ 200 കിലോമീറ്റർ യാത്രാ ദൂരം, 3.5 മണിക്കൂർ യാത്രാ സമയം. ഇവിടെ സഊദ് ബിൻ ഹംദാൻ അൽ മുഖൈമി എന്ന സാമൂഹിക പ്രവർത്തകൻ പുതിയ ആലോചനയ്ക്ക് വിത്തിടുന്നു. എന്തുകൊണ്ട് ഈ ഗ്രാമങ്ങൾക്കിടയിലെ ജനങ്ങളുടെ യാത്രാ ദൈർഘ്യവും സമയവും കുറച്ചുകൂടാ? ആലോചനകളൊടുവിൽ പുതിയ ആശയം ഉദിക്കുന്നു. അത് വളർന്ന് സ്വപ്നമാകുന്നു. ഏറെ പരിശ്രമങ്ങൾക്കൊടുവിൽ പതിയെ യാഥാർത്ഥ്യവുമാകുന്നു. പുതിയ പാതയൊരുങ്ങുന്നു. 200 കിലോമീറ്ററിൽ നിന്ന് 10 കിലോമീറ്ററിലേക്ക് ദൂരം കുറഞ്ഞു. 3.5 മണിക്കൂറിൽ നിന്ന് 30 മിനിറ്റിലേക്ക് യാത്രാസമയം കുറഞ്ഞു. ഒടുവിൽ വിപ്ലവകരമായ ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ച് ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് റോയൽ കമാൻഡേഷൻ മെഡൽ സമ്മാനിക്കുന്നു. തെക്ക് വടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളിലെ 2 ഗ്രാമങ്ങളെ വിളക്കി ചേർത്ത റോഡിന് മേൽനോട്ടം വഹിച്ചാണ് സഊദ് ബിൻ ഹംദാൻ അൽ മുഖൈമി മാതൃക തീർത്തത്. വടക്കൻ ഷർക്കിയയിലെ വാദി ബാനി ഖാലിദിലെയും തെക്കൻ ഷർക്കിയയിലെ തിവിയെയും ബന്ധിപ്പിക്കുന്ന നിർണായക റോഡ് നിർമ്മിക്കുന്നതിനാണ് ഇദ്ദേഹം മേൽനോട്ടം വഹിച്ചത്. വെറും 10 കിലോമീറ്റർ ഉള്ള ഈ റോഡ് യാഥാർത്ഥ്യമായതോടെ ഇരു ഗ്രാമങ്ങൾക്കും പുതിയ മുഖം തന്നെ രൂപപ്പെട്ടു. 2 സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായതിനാൽ ഇവിടേക്ക് ധാരാളം സഞ്ചാരികൾ ഒഴുകി. 9ാമത് എഡിഷൻ ഒമാൻ മരുഭൂമി മാരത്തണിന് നാളെ ബിദിയയിൽ തുടക്കം കുറിക്കും. ജനുവരി 23 വരെ 4 ഘട്ടങ്ങളിലായി മത്സരങ്ങൾ അരങ്ങേറും. 165 കിലോമീറ്ററാണ് മത്സര ദൂരം. ഒമാനിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ ഇത്തവണയും മാരത്തണിന്റെ ഭാഗമാകും. നേരത്തെ തന്നെ മസ്കത്തിലെത്തിയ താരങ്ങൾ മുന്നൊരുക്കങ്ങളിലാണ്. സ്പെയിൻ, ഫ്രാൻസ്, ഉക്രൈൻ, ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ബ്രിട്ടൻ, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ്, മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഒമാൻ മരുഭൂമി മാരത്തണിലെ സ്ഥിരം സാന്നിധ്യമാണ്. വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർക്ക് വിവിധ വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ 15-ലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള താരങ്ങൾ മാരത്തണിൽ മത്സരിക്കാനെത്തിയിരുന്നു. ഒമാനി താരങ്ങൾ ഇത്തവണയും മാരത്തണിന്റെ ഭാഗമാകുന്നുണ്ട്. രാജ്യത്തിന്റെ വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ വാരാന്ത്യം മുതൽ മഴ പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട്. രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ ഭാഗിക മേഘാവൃതമായിരിക്കും. ഹജർ പർവ്വതനിരകളിലും തീരദേശങ്ങളിലും സമീപ വിലായത്തുകളിലും ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും കാറ്റിനും ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. മുസന്തം, മസ്കത്ത്, തെക്ക് വടക്ക് ബാത്തിന, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളിൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മഴ പ്രതീക്ഷിക്കുന്നതിനാൽ വാദികളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. വാദിയിലെ ഒഴുക്കിനെ ജനങ്ങൾ നിസ്സാരമായി കാണരുത്. കാറ്റും മഴയും കോടയുമൊക്കെയുള്ളതിനാൽ ദൂരക്കാഴ്ചയെ ബാധിക്കും. ഇതിൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണം. ഒമാൻ കടൽ, അറബിക്കടൽ എന്നിവയുടെ തീരപ്രദേശങ്ങളിൽ താഴ്ന്ന നിലയിലുള്ള മേഘങ്ങൾക്കോ മഞ്ഞ് രൂപപ്പെടുന്നതിനോ സാധ്യതയുണ്ട്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ജബൽ ഷംസിൽ 4.2 ഡിഗ്രി സെൽഷ്യസാണ് താപനില അനുഭവപ്പെട്ടത്. സലാലയിലായിരുന്നു ഉയർന്ന താപനില. 34.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്ന് ഉയർന്ന ട്രാഫിക് പിഴ ലഭിക്കുന്നതായുള്ള പരാതികളിൽ മറുപടിയുമായി റോയൽ ഒമാൻ പോലീസ്. UAEയിലേക്ക് യാത്ര ചെയ്തയാൾക്ക് ഗതാഗത നിയമലംഘനത്തിന് 18,000 റിയാൽ വരെ പിഴ ലഭിച്ചെന്നതുൾപ്പെടെ പരാതികളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നത്. എന്നാൽ ഇത്തരം വിഷയങ്ങളിലെല്ലാം കൃത്യത വരുത്തിയിരിക്കുകയാണ് പോലീസ്. GCC രാഷ്ട്രങ്ങളിൽ ട്രാഫിക് പിഴകൾക്ക് ഏകീകൃത രൂപമാണെന്നും പിഴകളിൽ പരാതിയുള്ളവർക്ക് റോയൽ ഒമാൻ പോലീസ് വഴി നൽകാമെന്നും അധികൃതർ വ്യക്തമാക്കി. ട്രാഫിക് പിഴ ശരിയല്ലെന്നോ അല്ലെങ്കിൽ ഗതാഗത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്നോ തോന്നുകയാണെങ്കിൽ ഇത്തരക്കാർക്ക് ROPയുടെ ട്രാഫിക് വിഭാഗം വഴി പരാതി നൽകാവുന്നതാണ്. എന്നാൽ ഇതിന് പരിഹാരം ലഭിക്കാൻ കാലതാമസം പിടിക്കും. ഇത്തരക്കാർക്ക് പിഴ ലഭിച്ച GCC രാജ്യങ്ങളിൽ നേരിട്ട് പോയി പരാതിയും നൽകാവുന്നതാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇത്തരം ഗതാഗത നിയമലംഘനങ്ങൾ ഒഴിവാക്കാൻ മറ്റ് GCC രാജ്യങ്ങളിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. പിഴകൾ ROP വെബ്സൈറ്റ് വഴിയും അടയ്ക്കാവുന്നതാണ്. അതിനിടെ UAEയിൽ യാത്ര ചെയ്ത ചിലർക്ക് 100 കണക്കിന് റിയാൽ പിഴ വീണതായി സാമൂഹിക മാധ്യമങ്ങളിൽ പരാതികൾ ഉയർന്നിരുന്നു. ഇത്തരം ഉയർന്ന പിഴകൾ ഒരു യാത്രയിൽ മാത്രം ലഭിക്കുന്നതല്ലെന്നും നിരവധി യാത്രകളിലോ ഒരു വർഷത്തിനിടയിലോ ഉണ്ടാകുന്ന ഗതാഗത നിയമലംഘനങ്ങളെ തുടർന്നാണിതെന്നും വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.